അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ഗുഹാസംഗമം. ഗംഗാതടത്തിലെ ശൃംഗിവേരമെന്ന താഴ്ന്ന കുലജാതരായവരുടെ കൊച്ചു രാജ്യം. ശ്രീരാമസഖിയും തുല്യവയസ്യനുമായ ഗുഹനാണ് അവിടുത്തെ അധിപതി. ശ്രീരാമ ആഗമനമറിഞ്ഞ് ഗംഭീരമായ ഒരുക്കങ്ങളാൽ ഗുഹൻ രാമനെ സ്വീകരിച്ചു. രാമൻ ഗുഹനെ ഉച്ചനീചത്വം ചിന്തിക്കാതെ ആലിംഗനം ചെയ്തു. രാജ്യവും തൻ്റേതായ സുഖസൗകര്യങ്ങളും സ്വീകരിക്കാൻ ഗുഹൻ രാമനോട് അപേക്ഷിച്ചു. വിവരങ്ങളെല്ലാം അറിയിച്ചു രാമൻ എല്ലാം തന്നെ നിരാകരിച്ചു. പേരാലിൻ്റെ കറ ഗുഹനോട് ആവശ്യപ്പെട്ടു. ആയത് അനുചരന്മാർ എത്തിച്ചു. ലക്ഷ്മണനോടൊപ്പം രാമൻ അത് മുടിയിൽ ചേർത്ത് കിരീട സമാനമായി ജട ധരിച്ചു. രാത്രിയിൽ വൃക്ഷത്തണലിൽ ശയിച്ച സീതാരാമാദികളെ കണ്ട് വർദ്ധിച്ച ഖേദത്താൽ ഗുഹൻ കൈകേയിയെയും മന്ദരയെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ലക്ഷ്മണൻ മറുപടിയായി പറഞ്ഞു, ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണക്കാരല്ല. കർമ്മഫലമാണ് അവയെല്ലാം. നമ്മുടെ അറിവില്ലായ്മയാൽ മറിച്ച് തോന്നുന്നു എന്നു മാത്രം. ലോകത്തിൽ കർമാനുസരണമായി ഭോഗങ്ങൾ ലഭിക്കുന്നതാണ്. അതിനായി ആരും ആഗ്രഹിക്കേണ്ടതായില്ല. എന്നാൽ ലഭിക്കുന്നതായ ഭോഗങ്ങൾ അനുഭവിക്കാവുന്നതുമാണ്. ജലവും ചെളിയും പോലെയാണ് സുഖവും ദുഃഖവും. കർമ്മഫല അനുസരണമാണ് ഇവ സംഭവിക്കാൻ കാരണം. ഇങ്ങനെ പലതും പറഞ്ഞ് ലക്ഷ്മണൻ ഗുഹനെ ബോധവാനാക്കി. ഉദയ ആരംഭം ആയി. എല്ലാവരും പ്രഭാതകർമ്മങ്ങൾ ചെയ്തു. നദി കടക്കാൻ ഗുഹനോട് തോണി ആവശ്യം ഉന്നയിച്ചു. നൂറുകണക്കിന് തോണിയും അനുചരന്മാരും എത്തി. പ്രധാനമായുള്ള ഗുഹൻ്റെ തോണിയിൽ സീതാലക്ഷ്മണ സമേതം രാമനും കയറി. രാമനാമത്താൽ മുഖരിതമായി തോണികൾ നീങ്ങി. സീതാദേവി തോണിയിലിരുന്ന് ഗംഗാദേവിയെ സ്തുതിച്ചു. കരയെത്തി അതീവ ദുഃഖത്തിലായിരുന്ന ഗുഹനെ ശ്രീരാമൻ തിരികെ യാത്രയയച്ചു. രാമ ആഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമസോടു ഭക്ത്യൈവ സത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസീ തുഷ്ട്യ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു ഗുഹനും മുര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ.
ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ട് അരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ, സൗഖ്യമതിൽ പരമില്ലെനിക്ക് ഏതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമേതൽഭവാൻ മത്സഖീയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. ഗുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകൂടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപ്പസ്ഥലെ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പു കൊണ്ടിടീനാൻ. പ്രാസാദമൂർധിനി പര്യങ്കേ യഥാപുരാവാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതീ ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കനേത്രനെ കണ്ടീലയോ സഖേ? വർണ്ണതൽപേ ഭുവി താരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നം ഇന്നിക പല്ലവ പല്യങ്കസീംനീ വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരചിത്തമാസ്തായ കൈകേയിതാൻ ഹന്തമഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിദ്ധമാഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ ഗോ ഹേതുർജഗത്രയേ, കസ്യ സുഖസ്യ വാ ഗോപി ഹേതു സഖേ. പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാദാ ജഗതി, മറ്റേകൻ മമ ദുഃഖദാദാ വിധി. വൃഥാ തോന്നുന്നത് അജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ. വൃഥാ അഭിമാനേന കേൾ ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ.
ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാര്യുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദ ബുദ്ധിഭ്രമം ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങളത്ര വിഭാവ്യതേ തത്ര യഥാർത്ഥത ദുഃഖസുഖം നിജകർമ്മ വശഗതമൊക്കെയെന്നുൾക്കാമ്പുകൊണ്ടു നിനച്ച് അതിൽ യദ്യദ്യതാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭ അശുഭകർമ്മ ഫലോദയെ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം നൂനം. ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കീലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംതമായും വരും. രണ്ടുമന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലപങ്കം എന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനമരുവുന്നു പുതജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി പവനാൽ. ഇതം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രിണ ജനകാത്മജയാസമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലോപാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിഞ്ഞു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ. ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ.
തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിട കൊൾവതിനടിയെന്നുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലായിലേണാംഗബിംബാനന ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു. വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധം അരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘുത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവീനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.